വൈകിട്ടത്തെ മഴ കണ്ടപ്പോ മഴ ജോൺസൺ മാഷിന്റെ പാട്ട് ഇതാണ് മനസ്സിലേക്ക് കൂടി വന്നത്. എന്തായാലും കട്ട കേട്ടോ, ചായ ഇടാന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ അടുക്കളയിൽ വന്നു. പുറത്തുനിന്ന് അകത്തോട്ട് വരുന്ന ആ ഒരു മൂട്ടിൽ ഞാൻ ആ പഴക്കൊട്ടയുടെ മൂടി മാറ്റിയപ്പോഴത്തേനും മുഴുത്ത പഴം ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ചൂട് ചായയോടൊപ്പം ചൂട് പഴംപൊരിയും കൂടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചില്ല. ആദ്യത്തെ സെറ്റ് ഞാൻ ഉണ്ടാക്കി മാറ്റി. അടുത്ത സെറ്റ് ഇടുന്ന ആ സമയം കൊണ്ട് ചായയും കൂടെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനും മമ്മിക്കും കൊടുത്തിട്ട് ഇത് എനിക്കുള്ള എന്റെ മാത്രം കപ്പ് കേട്ടോ. അപ്പൊ ഇത് നിറച്ച് ചായയും പിന്നെ നമ്മുടെ പഴംപൊരിയായിട്ട് ഇനി ഫ്രണ്ടിൽ പോയിരുന്ന മഴയെ ആസ്വദിച്ചൊന്ന് കഴിക്കാം. അപ്പൊ ഈ വൈബ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിരിക്കണേ. ഒന്നകത്ത് പോയി തിരിച്ചു വന്നപ്പോഴത്തേനും മഴയുടെ ശക്തിയും കൂടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഈ ചായ മുഴുവൻ ഇവിടെ നിന്ന് കുടിച്ച് തീർത്തിട്ട് അകത്തോട്ട് പോയിട്ടുള്ളൂ. പിന്നെ മഴയത്ത് ഇതുപോലെ ചൂട് ചായയും കടിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവര്, പിന്നെ നല്ല ഐസ്ക്രീം, തണുത്ത ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമുള്ളവർ, അങ്ങനെ പലർക്കും പല ഇഷ്ടങ്ങളാണല്ലോ. അപ്പൊ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഞാൻ കുറേ നേരം ഇവിടെ ഇരുന്ന് ആ ഒരു വൈബ് എൻജോയ് ചെയ്തേക്കാം. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് മഴയൊക്കെ ആസ്വദിക്കുന്ന സമയത്ത് അകത്ത് കുറച്ച് പേര് അവരുടെ രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവരെ കൂടെ നോക്കിയിട്ട് വന്നാലേ ആദ്യത്തെ ആള് നമ്മുടെ കുഞ്ചക്കനാണ്. അവൻ നല്ല ഉറക്കമാണ്. ശേഷം മമ്മി ചായയും കടിയുടെ ഒപ്പം നരിവേട്ട മൂവി കാണുവാണ് കേട്ടോ. അടുത്തതിന്റെ കെട്ടിയോൻ, പുള്ളിക്കാരൻ ക്രിക്കറ്റ് കാണുവാണ് കേട്ടോ. ചായ, കടി, പിന്നെ ക്രിക്കറ്റ്, അതാണ് ആളുടെ ഒരു വൈബ് എന്ന് പറയുന്നത്. ഞാൻ പുറത്ത് മഴ ആസ്വദിക്കുന്നു. എനിക്ക് കമ്മനി തരുന്നതിന് പകരം ഇവിടെ അകത്തിരുന്ന് ഞാൻ ക്രിക്കറ്റ് കാണുന്നു. എന്തായാലും അപ്പൊ ഞങ്ങൾ 4 പേരും 4 രീതിയിലാണ് വൈബ് കൊടുത്തത്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ.